നമ്മുടെ സിസ്റ്റം അതായതുകൊണ്ട് ഞാൻ 60 പോകുന്നു. കിയയില വച്ചാൽ ഇതാ ഇപ്പോൾ ഒരു ബൈക്ക് വരും, നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിച്ച് പറത്തി. അത് ഇൻ്റർസെപ്റ്റർ ആണോ GT ആണോ അറിഞ്ഞൂടാ, റോയൽ എൻഫീൽഡിൻ്റെയാണ്. കുറേ പേരിപ്പോൾ നമ്മുടെ പണ്ടത്തെ ബുള്ളറ്റ് കുറേ പേരെടുത്ത് അതിൽ ഈ ഹൈപ്പ് കൊടുത്ത് ലാലേട്ടൻ്റെ അവസ്ഥയായി. അതേപോലെ ഇപ്പോൾ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ കാണാം ഇതിൽ ഹൈപ്പ് കൊടുക്കുന്നത്. ബട്ട് 650cc ആണ്, കഫേ റേസർ ആണ്, ഓക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സ്പോർട്സ് ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 650cc സെഗ്മെൻറ്റിൽ തന്നെ അത്ര പോരാ, ടു മൈ ഒപ്പീനിയൻ. പിന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആവുന്ന ഏത് വണ്ടിയാണെങ്കിലും ഇന്ത്യയിൽ അവൈലബിൾ ആവുന്ന ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ. യമഹ R15 തന്നെ ഇന്തോനേഷ്യൻ മോഡൽ USD 4K ഒക്കെ വെച്ച് നല്ല അടിപൊളി സാധനമാണ്. ഫ്രം V3 V2 ഇറ്റ്സെൽഫ് അത് നല്ലൊരു മോഡൽ, നല്ല കമ്പനി, നല്ല അതിനനുസരിച്ച് യമഹ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഡോണ്ണോ അല്ല, എല്ലാവർക്കും കാര്യം അറിയാം. അയ്യോ ടൊയോട്ട വെൽഫെയർ അതാണോന്ന് അറിഞ്ഞൂടാ പേര്. പിന്നെ ഇതിലിതാ ഈ ഇരിക്കുന്ന സ്റ്റാച്ചു ഇല്ലേ, ഇറ്റ്സ് നോട്ട് റൈറ്റ്, അങ്ങനെ വയ്ക്കാൻ പാടില്ല. ഡാഷ് ബോർഡിലൊന്നും വയ്ക്കാൻ പാടില്ല എന്നാണ് റൂള്, എനിക്കറിയാവുന്നത്. ബട്ട് നമ്മുടെ വണ്ടി സ്വന്തം വണ്ടിയാണെങ്കിലല്ലേ നമുക്ക് അതങ്ങ് എടുത്ത് മാറ്റാനുള്ള ഓപ്ഷനുള്ളൂ. പുള്ളിക്കാരൻ്റെ ഇടത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഇടത്ത് ചേർത്ത് നിർത്തേണ്ടതാണ്. തമിഴ്നാട്ടിലെ കറക്റ്റ് വീഡിയോ എൻ്റെ ഉണ്ട്. ഇടത്തും വല്ലതും നല്ലോണം അറിയാവുന്ന ആൾക്കാരാണ്. ഇവിടെ 50 ആണ് ലിമിറ്റ് പറയുന്നത് ദിസ് റോഡ്. ഇടത്തോട്ട് പോകാൻ പ്ലാൻ ചെയ്ത ഒരാളാണെങ്കിൽ ഇടത് സൈഡ് പിടിച്ച് പോകുന്നതാണ് മച്ച് ബെറ്റർ. ആ ഒരു ബേസിക് റോഡ് മാനേഴ്സ് നമ്മൾ മാത്രം ഫോളോ ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്നല്ല, എല്ലാവരും ഈച്ച് ആൻഡ് എവരി വൺ ഫോളോ ചെയ്യേണ്ടതാണ്. ബട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അവിടെ കൊണ്ട് ചവിട്ടി നിർത്തുകയാണെങ്കിൽ അവന് കുഴപ്പമില്ല, നമുക്കാണ് കുഴപ്പം വരുന്നത്. എന്തൊക്കെയാണ് കുഴപ്പമെന്ന് നമ്മുടെ പ്രിവിലേജ്ഡ് കാറ്റഗറി പീപ്പിളിന് അറിയാമല്ലോ. Lane change indicator. Again I need to stay in the fast lane with again indicator. 50 km. ഇതൊരു എക്സ്പ്രസ് വേ മോഡലായി. നമ്മളെ ഈ കന്യാകുമാരി ടു ജമ്മു കാശ്മീർ പോകുമ്പോൾ ഉള്ള NH എക്സ്പ്രസ് വേ 4 ട്രാക്ക് റോഡ് ഉണ്ടല്ലോ, ലോറി പോകുന്ന, അതിൻ്റെ ആ ഒരു ഇതുണ്ട്. പക്ഷേ ഈ സ്പീഡ് ലിമിറ്റ് ഇവിടെ വയ്ക്കുന്നത് ഐ ഡോണ്ട് നോ. നമ്മൾ നേരത്തെ സൈഡിൽ വെച്ച് കണ്ട കൊല്ലം ഫ്യൂറി, പുള്ളിക്കാരെ കൊല്ലത്തോട്ടാണെന്ന് തോന്നുന്നു. എന്നെ ഓവർടേക്ക് ചെയ്തപ്പോൾ സ്പീഡ് കുറച്ചു. ഒറ്റയ്ക്കാണോ ആരെങ്കിലും കൂടെ ഉണ്ടോ? ഒറ്റയ്ക്കാണ്. എൻ്റെ വണ്ടി എൻജിൻ ഓയിലും എല്ലാം മാറ്റാനുണ്ട്. കഴിഞ്ഞ ഒരു തിരുനെൽവേലി റൈഡ് ഞാൻ എടുത്തായിരുന്നു. മുമ്പ് ബാംഗ്ലൂർ ഒരു റൈഡ് എടുത്തപ്പോൾ 150
എബോ ഈ വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. സ്മൂത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറ്റ്സ് നോട്ട് ക്വൈറ്റ് സ്മൂത്ത് ആക്ച്വലി. 140 തന്നെ ഓൺ ആൻ ഒബ്സർവേഷൻ ആർക്കും ഒരു പെർഫെക്റ്റ് ഡ്രൈവറാണ്. എത്ര എക്സ്പീരിയൻസ് ഉള്ള, എത്ര റോഡ് എക്സ്പീരിയൻസ്, ഹൗളിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഒരു പെർഫെക്റ്റ് ഡ്രൈവർ ആവണം. ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ തിയറീസ് ഉണ്ട്. ആവാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഓരോ ടൈമും റോഡിലിറങ്ങുമ്പോൾ ഓരോ പാഠങ്ങളാണ് നമുക്ക്. ഓരോ വെതർ കണ്ടീഷൻസ്, ടെറൈൻ, ഓരോ ടൈം ഓരോ പാഠങ്ങളാണ്. ആസ് പെർ മൈ ഒപ്പീനിയൻ, ഇവർ ഈ റൈറ്റ് സൈഡ് പിടിച്ച് പോകുന്നത് KSRTC ഓവർടേക്ക് ചെയ്യാനാണോ? റോഡ് പണി കുഴപ്പമില്ല, വികസനം വരട്ടെ. റോഡുകളുണ്ടെങ്കിലല്ലേ ട്രാൻസ്പോർട്ടേഷൻസ് നടക്കത്തുള്ളൂ. വിഴിഞ്ഞം പ്രോജക്റ്റ് കണ്ടിട്ടാണ് പലരും തുള്ളുന്നത്. പലരും കരാറുകൾ ഒപ്പുവെച്ചതും അത് കണ്ടിട്ട് തന്നെയാണ്.